തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ സീറ്റുകളിൽ UDF ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം 8 സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ സീറ്റുകളിലായി 14 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ലോക്സഭയിൽ 2 സീറ്റും കോൺഗ്രസ് തന്നെയാണ് UDFിന് വേണ്ടി നേടിയെടുത്തത്. തിരുവനന്തപുരം MP ശശി തരൂറും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭയിലെ ലീഡ് നില നോക്കുമ്പോഴും കാര്യമായിട്ടുള്ള ഒരു വോട്ട് വർധനവ് UDFിന് ഉണ്ടായിട്ടില്ല എന്നത് അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്നാൽ ശക്തമായി ചിട്ടയോടെ പ്രവർത്തിച്ചാൽ 2011 ഒരു വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. നെയ്യാറ്റിൻകരയും പാറശാലയും ഒക്കെ വളരെ വൈകാതെ തന്നെ UDFിലേക്ക് എത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കോവളം UDFിൻ്റെ നിലവിലെ സിറ്റിംഗ് സീറ്റാണ്. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ UDFിൻ്റെ ശക്തമായ കോട്ടകളെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി LDF കൈവശം വെച്ചിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനായിരുന്നപ്പോൾ ശക്തമായ ലീഡ് UDFിന് എപ്പോഴും കിട്ടുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിമറിയപ്പെട്ടു. കഴക്കൂട്ടത്തും MA വാഹിദ് ഉണ്ടായിരുന്ന സമയം UDFിൻ്റെ പ്രതാപകാലമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും UDF 3-ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത്. 2-ാം സ്ഥാനത്ത് വന്നത് BJP ആണ്. നിലവിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ BJP UDFിന് നഷ്ടപ്പെട്ട സ്പേസ് മുഴുവനായി ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ UDFിലേക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവും അതുപോലെ തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലും UDFിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെയെല്ലാം UDF അതിശക്തമായ പ്രചരണം നടത്തിയില്ലെങ്കിൽ എന്നും കിട്ടാക്കനിയായി മാറും എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. എന്നാൽ ചെറിയ വോട്ടിൻ്റെ മാർജിനിൽ നഷ്ടപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട്. അരുവിക്കര പോലുള്ള മണ്ഡലങ്ങൾ, അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യമാണ്. തലസ്ഥാന നഗരി ആര് പിടിക്കുന്നോ അതനുസരിച്ചാണ് കഴിഞ്ഞ 30 കൊല്ലമായി ഭരണമാറ്റം വരുന്നത്. തലസ്ഥാന നഗരിയിൽ ആർക്കാണോ ലീഡ്, അവർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു കീഴ്വഴക്കം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. 2011 തലസ്ഥാന നഗരിയിൽ 14-ൽ 9 എണ്ണവും ജയിച്ചത് UDF ആണ്. അങ്ങനെയാണ് UDF കൃത്യമായി അധികാരത്തിലേക്ക് എത്തിയത്. നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും ഇക്കുറിയും UDF അധികാരത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പാളിച്ചകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് MPമാരെ നേരിട്ടെത്തിച്ച് പ്രചരണം ശക്തമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അടൂർ പ്രകാശിനെ കോന്നിയിൽ വിടുന്നതിന് പകരം കൃത്യമായും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിനുള്ളിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. മിക്കവാറും വർക്കലയിൽ തന്നെ നിർത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വർക്കല കഹാർ മത്സരിച്ച് വിജയിച്ച സ്ഥലത്ത് V ജോയിലൂടെയാണ് LDF പിടിച്ചതെങ്കിൽ അടൂർ പ്രകാശിലൂടെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്.